മരക്കാർ മോട്ടോഴ്സിൻ്റെ റോയൽ എൻഫീൽഡ് റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ. നല്ല എക്സ്പീരിയൻസ് ആണ്. അവർ മന്ത്ലിയും ഇനി നവംബറിലൊരു ഗോവൻ ട്രിപ്പുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ടിൽ അവരുടെ ആൾക്കാർ പോവും, ഏറ്റവും ബാക്കിൽ അവരുടെ ആൾക്കാർ തന്നെ. ഇപ്പം എന്ത് എമർജൻസി ഉണ്ടെങ്കിലും എല്ലാവരും ഗ്യാങ്ങായിട്ടും. ഒരു ലേഡി ഹസ്ബൻഡുമായിട്ടുണ്ടായിരുന്നു, അവരാണ് ഫുൾ ഓടിച്ചത്. പിന്നെ ഒരു പെൺകുട്ടി തന്നെ ഉണ്ടായിരുന്നു, അതും തനിച്ചാണ് ബൈക്ക് ഓടിച്ചത്. ഭയങ്കര അവർക്കൊന്നും അങ്ങനെ ടെൻഷനേ ഇല്ല. ആർക്കും ഇവിടെ വരാൻ ടെൻഷനും വേണ്ട. അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. പൊന്മുടിയിലേക്കാണ്. നല്ല മഴയായിരുന്നു. നല്ല കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു അവിടെ വെച്ച് പൊന്മുടിയിലേക്ക്. പക്ഷെ നമ്മൾ ഇന്നലെ പോയി പൊന്മുടി ഇന്നോട്ട് അടച്ചു എന്ന് ന്യൂസ് കണ്ടു. പക്ഷെ മഴയാണെങ്കിൽ കൂടെ എല്ലാവരും കൂടെ നല്ല എൻജോയ് ചെയ്ത റൈഡാണ്. റോയൽ എൻഫീൽഡിൻ്റെ റാലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പങ്കെടുക്കുക. പക്ഷെ അവരുടെ ബൈക്ക് വേണം. അപ്പോൾ നവംബറിൽ ഗോവയിലേക്കാണ് ട്രിപ്പ്. പറ്റുന്നവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു എൻ്റർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത്. നല്ലൊരു യാത്ര. അടുത്ത റോയൽ എൻഫീൽഡിൻ്റെ അടുത്തൊരു ജേർണിയിലേക്ക് ഉടനെ തന്നെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിലായിരുന്നു, പോകാൻ കഴിഞ്ഞില്ല. ഈ യാത്രയിൽ നവംബറിലാണ്. 8 ദിവസം വേണം. ആ ദിവസമാണ് താഴെ വരേക്ക് ഈ മഴയത്തും ഫുൾ എല്ലാവരും നന്നായിട്ട് നടന്ന് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് തന്നെയാണ്. ജീവിതത്തിലൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ട്രിപ്പിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. റോയൽ എൻഫീൽഡ് ബൈക്ക് സ്വന്തമാക്കുക. പെൺകുട്ടികളായാലും എല്ലാവരും ഇനി തൊട്ട് ബൈക്കിൻ്റെ ലൈസൻസ് എടുക്കുക. സ്കൂട്ടറൊക്കെ നമുക്ക് പിന്നെയും പറ്റും. സ്കൂട്ടർ ഓടിക്കാറിയെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ആ വിഷമം അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എല്ലാവരും